എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കസിബായി ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ ആട്ടോ. അത് ഇന്നാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറേ നാളായില്ലേ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നും അല്ല, എനിക്ക് തീരെ സമയം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. കാര്യം എന്താ അറിയാമോ, എന്നും ജോലിക്ക് പോകണം, പിന്നെ വേറെ കുറേ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും എഡിറ്റും ചെയ്യാത്ത. അങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഉമ്മച്ചി ഇന്ന് രാവിലെ തന്നെ ഓരോ പണിയിലാണ്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഉമ്മാന്റെ അലക്കലും കഴിഞ്ഞു, അത് ഉണക്കി എടുക്കലും കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കാലാവസ്ഥ കാണുമ്പോഴേ നമുക്ക് കൊതിയൊന്നില്ലേ. കാര്യം ഇത് ഒരൊറ്റ ആഴ്ച മുമ്പുള്ള ഒരു കാര്യമാണെങ്കിലേ ഇന്ന് അതിൻ്റെ നേരെ വിപരീതമാട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും പുറത്ത് ഗംഭീര മഴയാണ്. അകത്ത് ഞാനാണ് പനിച്ച് കിടക്കാട്ടോ. പനിയെല്ലാം ഇച്ചിരി മാറി കഴിഞ്ഞപ്പോഴാട്ടോ ഞാനൊന്ന് തല പൊക്കി ഇതായി വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാര്യം ഇന്നലെയൊക്കെ നല്ല 102 ഡിഗ്രിയോളം പനിച്ച് കുത്തിയിരുന്നു കേട്ടോ. ആശുപത്രി പോയി നല്ല ട്രിപ്പൊക്കെ ഇട്ട് വന്നു. അതിൻ്റെ ഒരു അടവാട്ടോ എൻ്റെ സൗണ്ടിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇരുന്ന് വിചാരിച്ചു, ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിടാന്നൊക്കെ വിചാരിച്ചേ. ഒന്നാമത് എപ്പോഴും സമയം കിട്ടില്ല, അഥവാ സമയം കിട്ടുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും അസുഖമായി പോകും കേട്ടോ. അങ്ങനെ പകലൊക്കെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ. ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ 10 മണിയിലൊക്കെ നിറച്ച് പൂക്കളുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും സംഭവം. ഞാൻ കഷ്ടപ്പെട്ടിങ്ങനെ ഓരോ ചെടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിലുണ്ടാകുന്ന പൂവൊന്നും കാണാനുള്ള ഭാഗ്യമില്ല കേട്ടോ. കാര്യം കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേറ്റ് ജോലിക്ക് പോകും, പാതിരാത്രിക്ക് തിരിച്ചു വരും. ഇതിൻ്റെ ഇടയിൽ പൂക്കളുണ്ടാകുന്നു, പൂക്കൾ വിരിയുന്നതും പിന്നെ തീരുന്നൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. ഞായറാഴ്ച മാത്രമാണ് എനിക്ക് പകല് കാണാൻ കഴിയുന്നത്. അന്ന് ഞാൻ 10 മണി നന്നായി ആസ്വദിക്കും കേട്ടോ. കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് നടുന്നതല്ലേ, അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. റിസൾട്ട് എന്ന് മാത്രമല്ലേ, 10 മണിയൊക്കെ പല നിറത്തിൽ കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ നമ്മുടെ നാടും ആ നീല നിറത്തിൽ പോകുന്നത് ഞങ്ങളുടെ IPC ബസ്സാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബസ് പോകുന്ന റോഡൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ദൂരമൊന്നും വേണ്ട, ഓടിപ്പോയി ബസ് കയറാവുന്ന ദൂരമാണ്, അത്ര അടുത്താട്ടോ. പിന്നെ തൊട്ടടുത്ത് നമുക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് പുറകിൽ വല്ലാത്തൊരു ബഹളം കേട്ടെ. ആ പ്രശ്നിച്ച് ഗുരുതര കാര്യം കേട്ടോ. അപ്പം മനുഷ്യന്മാരുടെ കാര്യത്തിലാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നല്ലേ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായില്ലേ. ആ നടുക്കിരിക്കുന്ന ഇച്ചിരി പവർ കൂടുതൽ, ഓളെ കാണാൻ വേറെ ഒരുത്തും പുറത്തുനിന്ന് വന്നാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. അപ്പം നമ്മുടെ പക്രൂനെ തീരെ പിടിച്ചില്ല. അതിനെ അവിടെ ബഹളം വെക്കുന്നത്. ഓനോട് പോകാൻ പറയും, ഓനാണെങ്കിൽ പോകുന്നുമില്ല. അങ്ങനെ നമ്മുടെ ചക്കമരത്തേലെ ചക്കയൊക്കെ തീർന്നു കേട്ടോ. അങ്ങനെ താഴെ ചക്ക ഉണ്ടായിരുന്നു, അർത്ഥം മുറിച്ച് താഴെട്ടപ്പോഴേ ചക്ക എന്നെ നോക്കി ഭയങ്കര ചിരി, പല്ലുമ്പോൾ പുഴുപ്പല്ല് വന്ന ചിരി കേട്ടോ ചിരിക്കുന്നത്. മുറിച്ച് നോക്കുമ്പോൾ അവർ പഴുത്തിട്ടാണ് ഈ ചിരി മൊത്തം ചിരിച്ചത്. അതുകൊണ്ട് അത് പറിച്ചിട്ട് ഞാനും വെച്ച് തിന്നേ. എൻ്റെ വീട്ടിൽ എൻ്റെ സന്തത സഹചാരി ആരാന്നറിയാമോ? ഈ കോണിയാട്ടോ. എന്നെ ഏത് ജോലിക്ക് എന്നെ സഹായിക്കുന്ന ഇവനാണ്. എനിക്ക് ചെടി തൂക്കിയിടാൻ, പൊക്കത്ത് കയറാനും, എനിക്ക് എൻ്റെ പേരമരം ഇല്ല കേട്ടോ, സോറി, എൻ്റെ ചാമ്പ മരത്തെ കയറാനും, അല്ലെങ്കിൽ എനിക്ക് ചക്ക പറിക്കാനോ എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കുന്ന കോണിയാട്ടോ ഇവനെ എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയതേ. ഞങ്ങൾക്ക് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കമ്പീൻ്റെ പൊക്കത്തെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ പണിത് തന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൂപ്പർക്ക് 2 ഷൂസും മേടിച്ചു കൊടുത്തിന്. അപ്പോൾ ആ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശേഷം കൂടി ഞാൻ പറഞ്ഞുതരാവേ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ മഗ്ഗൊക്കെ ഉണ്ടല്ലേ, അതിനകത്ത് ഇതുപോലെ പ്ലാന്റ് സെറ്റ് ചെയ്ത് നോക്കിയേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മുടെ സിങ്കിൻ്റെ പൊക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രിഡ്ജിൻ്റെ പൊക്കത്തോ അങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ, പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ കാണാൻ. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വീട്ടിലെ പോലത്തെ സ്ഥലത്തല്ല, നിങ്ങളെയൊക്കെ നല്ല നല്ല ടെറസ് വീടൊക്കെ ഉള്ളവർക്കും ഇല്ലേ, അവിടെയൊക്കെ ഉള്ളവർക്ക്. അപ്പം ഇതുപോലെ തന്നെ കുഞ്ഞ് പാത്രത്തിലൊക്കെ ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നമ്മളിവിടെ ഭംഗിക്ക് ചെടീൻ്റെതായ ഭംഗിയുണ്ട്, പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത രീതി അത്ര ഭംഗിയില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നത് അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കൂടുതൽ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവന് നമുക്കൊന്ന് തോരൻ വെക്കണം കേട്ടോ. ഈ വാഴച്ചുണ്ട് എന്ന് പറഞ്ഞതേ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇവിടെ ചുണ്ടെന്നാണേ പറയണത്. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും വേഷങ്ങൾ പറയുമെന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ എൻ്റേതായ രീതിയിലാട്ടോ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഴച്ചുണ്ടെന്നും വാഴക്കൂമ്പെന്നൊക്കെ പറയും, വേറൊരു പേരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നമ്മൾ പയറുമ്പിലെല്ലാം പയറുണ്ടായിട്ടോ, അതിൽ കാന്താരി മുളകും കൊല കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെല്ലാം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ റെസിപ്പി ചെയ്യണം. എൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരമായിട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇനിയിപ്പം പഴയതുപോലെ എനിക്ക് ഇപ്പോൾ ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ പറ്റുന്ന വീഡിയോ നിങ്ങളൊക്കെ ഇടുന്നത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കാര്യം നമ്മളെ യൂട്യൂബ് ചാനൽ ഇതുവരെയും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു കാര്യമൊക്കെ പലപ്പോഴും ഞാൻ പറയാൻ മറന്നു പോകുന്നത് കേട്ടോ. വീഡിയോ എടുത്ത് അങ്ങനെ പോകും, പക്ഷെ ഇതൊക്കെ പറയുമ്പോഴല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളൊരു കുഞ്ഞനാണ് ഇവനെ. എൻ്റെ കുട്ടനൊന്നുമല്ല, ഇവന് 2-3 വീടിൻ്റെ അപ്പുറത്തേയുള്ള വീട്ടിലാണ്. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര പഞ്ചാരടി കേട്ടോ. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുണുങ്ങലും ഭയങ്കര കൊഞ്ചലും എന്നെ മാന്തലും എന്നൊന്നും പറയണ്ട. എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇവന്. കാരണം 1-2 പ്രാവശ്യം ഇവനോട് കുറച്ച് ലോഹ്യം കൂടാൻ പോയതേ ഉള്ളൂ. എന്നാൽ തിന്നാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും തിന്നൊന്നുമില്ല കേട്ടോ. അവൻ്റെ വീട്ടിലൊക്കെ മാത്രമേ തിന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അവനങ്ങനെ പഠിപ്പിച്ചു വിട്ടായിരിക്കും. പക്ഷെ എന്നെ വലിയ കാര്യമൊക്കെ തന്നെ കേട്ടോ. പക്ഷെ അവസാനം ഇവനൊരു പണി എനിക്ക് ചെയ്യുവേ. ലാസ്റ്റ് പോകാൻ നേരത്തെ എനിക്കൊരു മാന്തലും തരും, അതുപോലെ തന്നെ ഒരു കടിയും തരും. ഈ 2 കാര്യം എന്നെ ഏൽപ്പിച്ചിട്ട് അവൻ പോവുള്ളൂ കേട്ടോ. ഒരിക്കൽ നല്ലൊരു മാന്തലും കിട്ടിയ പിന്നെ എനിക്ക് ഇവനെ തൊടാൻ പേടിയായി പോയിട്ടോ. അങ്ങനെ എന്തായാലും ഞായറാഴ്ച ദിവസത്തെ ലാസ്റ്റത്തെ പരിപാടി എന്താ അറിയുമോ? ഡ്രസ്സൊക്കെ മടക്കി എടുത്ത് വെക്കുക, ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക. പറയാനാണെങ്കിലേ എനിക്ക് 26-28 ഷർട്ടും കാണുന്നുണ്ട് കേട്ടോ. എല്ലാം പിന്നെ വലിയ നല്ല ഷർട്ടുകളൊന്നും അല്ല, പക്ഷെ പണിക്ക് പോകുമ്പോൾ ഇടുന്നതല്ലേ. ഒരു ദിവസം 2 ഷർട്ട് വേണം കേട്ടോ. ഒന്ന് പണിക്ക് ഇട്ടിട്ട് പോകാനും പിന്നെ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒന്ന് എടുക്കാനും കേട്ടോ. ഇത്രയേ ഉള്ളേ. ഇപ്പം രാവിലെ തന്നെ വീണ്ടും ജോലിക്ക് പോവുകയാണ്. പുതിയ വീഡിയോ കാണാം.